ഐതൂനെ ഞാനിങ്ങനെ വല്ലാണ്ട് സോപ്പിട്ട് പതപ്പിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. എനിക്ക് വർക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവനെ വീട്ടിലാക്കിയിട്ടാണ് പോവാറ്. ആ ദിവസങ്ങളുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല കേട്ടോ. അപ്പോൾ ഇവനെ നൈസായിട്ട് ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. പുള്ളിക്കാരനെ ഒന്ന് മയക്കിയൊക്കെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഇന്ന് എനിക്ക് വർക്ക് നമ്മുടെ മാവേലിക്കര ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളിലെ കുട്ടികളെ ഒപ്പനയ്ക്ക് ഉപജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് ഒപ്പനയ്ക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വന്നിട്ടിപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഗ്രീൻ റൂമൊക്കെ കാലിയായിരുന്നു. 8:30 വരാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു 9:30 9:45 ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൂട്ടിന് വേറൊരാൾ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് സമയം ലേറ്റായിട്ടാണ് വന്നത്. കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഇവരെ ഒരുക്കി ഇറക്കണ്ടേ. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഒക്കെ നിൽക്കുകയായിരുന്നു. വന്ന ഉടനെ തന്നെ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ടൈം കളയാനില്ലായിരുന്നല്ലോ. അപ്പോൾ ഫുള്ള് ഒരുക്കം ഞാൻ തന്നെ ചെയ്യണം എന്നായിരുന്നു ഡ്രസ്സിങ്ങൊക്കെ. പക്ഷേ ഡ്രസ്സിങ് ടീച്ചേഴ്സും കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ടൈമിങ്ങിൻ്റെ ഒരു വിഷയം വന്നതുകൊണ്ട് ഡ്രസ്സിങ്ങിൽ അവരും കൂടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് വന്നു. അങ്ങനെ ഇത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഓർണമെൻറ്റ്സ് അത്ര തൃപ്തി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ഒപ്പന കളിയും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. ഓക്കെ, ബൈ.